സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥാ വ്യതിയാനമാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. രാത്രിയിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാനാകുമെന്ന് പറയാനാകില്ലെന്നും മന്ത്രിയുടെ വിശദീകരണം. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരേണ്ടത്. സർക്കാർ അധികാരത്തിൽ വന്ന 1 മാസത്തിനകം പവർ കട്ട് വരുന്നത് അപമാനകരമെന്ന് മുൻ വൈദ്യുതി മന്ത്രി AK ബാലൻ. ക്ഷണിച്ചു വരുത്തിയ പ്രതിസന്ധിയാണിതെന്നും AK ബാലൻ. വൈദ്യുതി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം. അതിലേക്കെങ്കിലും ഗവൺമെന്റ് പോകണം. ഇതൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 മാസം കഴിയുമ്പോഴേക്കാണ് പവർ കട്ടിൽ ലോഡ് ഷെഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനമല്ലേ ഗവൺമെന്റിന്? ബാക്കിയുള്ളത് പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള ഒട്ടേറെ തകരാറുകളുണ്ട്. അത് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർക്കായാലും മന്ത്രി ഗവൺമെന്റിനായാലും ഇതിനൊന്നും ഒരു താല്പര്യമില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഭാവന സമ്പന്നമായി ഇത് പ്ലാൻ ചെയ്ത് ഉപഭോഗം പരമാവധി കുറച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇത് വെറുതെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള പ്രതിസന്ധിയാണ്. നൗഫലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നൗഫൽ, വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞ് വന്നവർ ഈ നിലയ്ക്കൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഇരുട്ടിലാകുന്ന മഹാവിസ്മയമാണ് കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് കാണാനാകുന്നത്. എന്താണ് ഇന്ന് വൈദ്യുതി മന്ത്രി വിശദീകരിച്ചതും ഒപ്പം ഇനിയും ഇരുട്ടത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അക്ഷയ്, തീർച്ചയായും അക്ഷയ് പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളത് വകുപ്പ് മന്ത്രിയായിട്ട് കൂടിയുള്ള സണ്ണി ജോസഫ് ഇന്ന് വ്യക്തമായി കഴിഞ്ഞു. മാത്രമല്ല, ഈ പവർ കട്ടിംഗ് എത്ര ദിവസം നീളുമെന്ന് പോലും അദ്ദേഹത്തിന് തന്നെ അക്കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. അതായത് നമ്മൾ ചോദിച്ചു, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ അത് ഒരു അരമണിക്കൂർ വരെയൊക്കെ നീണ്ടുപോയിരുന്നുള്ളൂ. പക്ഷേ നിലവിൽ ഇടവിട്ടുള്ള ഒരു കൃത്യമായ ഇടവേളകളിൽ കറണ്ട് പോവുകയും അത് ഒരു ദിവസം തന്നെ 2 മണിക്കൂറിന് പുറത്തു വരെ പവർ കട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. അതിന് മന്ത്രിക്ക് വ്യക്തമായ ഒരു മറുപടി ഇല്ല. മന്ത്രി പറയുന്നത് രാത്രിയുള്ള ഉപഭോഗങ്ങൾ നിങ്ങൾ കുറയ്ക്കണം. AC പോലെയുള്ള ഉപകരണങ്ങൾ, AC-യുടെ ഉപഭോഗം 28 എന്ന നിലയിലേക്ക് മാറ്റണം. അതുപോലെ ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ അത് പരമാവധി രാത്രി സമയങ്ങളിൽ ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും ഇതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോലും നേരിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ അത് അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന സമയത്ത്, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, പവർ കട്ടില്ലാത്ത കേരളം എന്ന യാഥാർത്ഥ്യം നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കടന്നുപോയത്. അന്നും സമാന രീതിയിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇതേ വിഷയങ്ങൾ അന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ക്രിയാത്മകമായി നേരിട്ട ഒരു ഭരണകൂടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഉപഭോഗത്തിൻ്റെ കാര്യത്തിലും കൊടുക്കൽ വാങ്ങൽ വൈദ്യുതികൾ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമെല്ലാം കൃത്യമായ ഏകോപനമുണ്ടാക്കി അത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തന്നെയായിരുന്നു മുമ്പോട്ട് പോയത്. അന്ന് ഏപ്രിൽ മാസത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും അതിനെ കാടടച്ച് വിമർശിച്ചവരാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ഇന്ന് അധികാരത്തിൽ വന്ന് കേവലം 2 മാസങ്ങൾക്കപ്പുറം സമാനതകളില്ലാത്ത രീതിയിൽ 2 മണിക്കൂറൊക്കെ ഒരു ദിവസം കറണ്ട് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്നും തന്നെ പറയാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. ഇതിൻ്റെ പരിഹാരം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇത് എത്ര ദിവസം നീളും അതുപോലും വ്യക്തമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം തന്നെ അത് നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നാം കേട്ടതാണ്. ഇത്ര ദിവസം ഇത് നീളും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ്. നേരത്തെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ബാലൻ പറഞ്ഞതുപോലെയുള്ള ശാശ്വതമായ ഒരു കാര്യങ്ങളൊക്കെ മുമ്പിൽ നിൽപ്പുണ്ട്. പക്ഷേ അതിലേക്കൊന്നും സർക്കാർ കടക്കുന്നില്ല. ജനങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഈ പവർ കട്ട് നടപ്പിലാക്കുന്നത് എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതായത് മുൻകാലത്തേക്ക് ഒരു അറിയിപ്പെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ യാതൊരു അറിയിപ്പും, രാവിലെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരിക എന്നതിനപ്പുറം രാത്രി കൃത്യമായ ഇടവിട്ട ഇടവേളകളിൽ കറണ്ട് പോകുന്നു. വലിയ പ്രതിസന്ധി കേരളത്തിലെ ജനങ്ങൾ ഈ സമയത്തും ചൂടാണ്. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ഇതേ പ്രതിസന്ധി കഴിഞ്ഞ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിനെ മറികടക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് പരിഹസിച്ചിരുന്നവർക്ക് ഇന്ന് അതിന്മേൽ യാതൊന്നും തന്നെ മിണ്ടാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. അക്ഷയ്.
ശരി നൗഫൽ.